ഞങ്ങൾ എപ്പം ഇവിടെ പറഞ്ഞത് ഈ ബസ് കിട്ടില്ലാന്നല്ലേ? ബസ് അവിടെ കിട്ടില്ല, നേരെ ഓപ്പോസിറ്റ് നിന്ന്. ഓപ്പോസിറ്റ് സംഭവം ബസ് കിട്ടി നമുക്ക്. അങ്ങനത്തെ ബസ്സിലൊക്കെ ആട്ടിക്കുലി പോയി വേറെ ലെവലാണ് കണ്ടക്ടർമാരെന്നാ നമ്മളും വേറെ ലെവലിലുണ്ട്. അങ്ങനത്തെ സംഭവം വിളിച്ചറിഞ്ഞ അവിടെ ഇവിടെ വിളിച്ചെന്ത് ചെയ്ത് ഓട്ടോറിക്ഷയൊക്കെ പോയി അവിടെ അങ്ങാടിക്ക് എത്തി. അങ്ങാടിക്ക് എത്തിയപ്പോഴല്ലേ കാണുന്നത് നല്ല ഏട്ട വഴിക്കുള്ള ഗ്യാപ്പാണ്. നമുക്കൊരു ഐഡിയും കിട്ടാത്ത സ്ഥലമാണ്. അങ്ങനത്തെ വീട്ടിലേക്ക് എത്തി. വീട് തന്നെ 16 വർഷമുള്ള പഴക്കമുള്ള വീടാണ്ടോ. പക്ഷെ 12 വർഷമുള്ള ഈ സാധനത്തിന് പഴക്കം. ആള് കുറച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നത് ഓല നമ്മളെന്ത് നല്ലോണം സൽക്കരിച്ചിട്ടോ. സൽക്കരിച്ചായിട്ട് നമ്മളെ ബൈക്ക് അങ്ങോട്ട് കറങ്ങിക്കോളി അറിയാം. എവിടേക്കാ വേണ്ടിച്ച് കറങ്ങിക്കോളി അറിയാം. മഴയുടെ മേലെ കറങ്ങാൻ പറ്റില്ല. അപ്പൊ എന്ത് നമ്മൾ ഫോട്ടോ വെച്ചൊന്ന് കറങ്ങാന്ന് ചോദിച്ചു. നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടും. അപ്പൊ പുറത്ത് കാഴ്ച മാത്രം പോരാ, വെള്ളത്തിലെ കാഴ്ച കാണുമ്പോൾ ബോട്ടിൽ കയറാം. അപ്പൊ ഒന്ന് ബോട്ടിൽ കയറാന്ന് വിചാരിച്ചു. കാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ടിൽ കയറണമെങ്കിൽ. അങ്ങനത്തെ വെള്ളം കണ്ട നല്ല തണുക്കും. അപ്പൊ തണുത്ത് നമുക്ക് പെട്ടെന്ന് മൂത്രിക്കാൻ പറ്റും. അപ്പൊ മൂത്രിക്കാൻ വേണ്ടി വേറെ ബാത്റൂം തിരഞ്ഞെടുത്തിട്ടോ. അപ്പൊ എന്ത് ഓല് ഒപ്പുള്ളവരൊക്കെ പോയിട്ട് അപ്പൊ എന്ത് നമ്മൾ മാത്രം കാത്തിക്കാൻ നമ്മൾ വിചാരിച്ചു. അപ്പൊ രണ്ടിന് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നാ പോരിയായിരുന്നു കയറിയായിരുന്നു. എന്റെ മോനെ ഉള്ളത്തെ ആംബിയൻസ് ആണ് വേറെ ലെവൽ കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മൾ സാധാ ബോട്ടൊക്കെ കഴിച്ചു. സാധാ ബോട്ട് കയറണമെന്നല്ല, നല്ല എ സി കിട്ടുന്നതായിട്ട് നമ്മളെ മയത്തുള്ള കുളിരളിപ്പിക്കാണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മൾ കയറുമ്പോൾ ഡ്രൈവർ ഇറങ്ങി പോയിട്ടാവും. ഞാൻ വിചാരിച്ചു ഇറങ്ങി പോയി വേറെ ഡ്രൈവർ പകരം കയറിട്ടോ. നമ്മൾ വല്ലാതെ വരാത്തോണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒരു പുതുമയുള്ള സാധനം തന്നെ ഉണ്ട്. ജങ്കാറും അതുപോലെ തന്നെ ബോട്ട് ചെട്ടിയും അതുപോലെ തന്നെ നമ്മളെ കണ്ടെയ്നർ. എന്റെ മോനെ വേറെ ലെവൽ. അങ്ങനെ നമ്മൾ ഉള്ളത്തെ കാഴ്ച കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങിയപ്പോൾ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമുണ്ട്. അപ്പൊ മിഠായി തെരുവിന് മയിലെ തെരുവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഡ്രസ്സും പെർഫ്യൂം അതുപോലെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള ഏരിയ കേട്ടോ. അങ്ങനത്തെ ആവശ്യം പെർഫ്യൂം ആണ് ഇറങ്ങിയത്. ബായി കുറെ തിരക്കിച്ച് ബായി ചില്ലെന്ന് കുറച്ച് ആ സാധനം കൊടുത്തിട്ടാണ്. അങ്ങനത്തെ പള്ളി പോയി നിസ്കരിച്ചാൽ നമ്മൾ നേരെ പുറത്തിറങ്ങി ഫോട്ടോഷൂട്ട് ಮಾಡಿ. എന്റെ മോനെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. പക്ഷെ ഒരു ഫോട്ടോ കിട്ടാൻ ഒരാളെ കിട്ടൂല കേട്ടോ. 3-4 ആളൊക്കെ ഉണ്ടാവും ഫോട്ടോത്തിൽ. അപ്പൊ കുറച്ച് ഫോട്ടോസൊക്കെ ഇന്ന കൊടുത്ത് ആശാനെ കുറച്ച് ഫോട്ടോസ് നമ്മൾ വേറെ പുറത്തിറങ്ങി നമ്മൾ. പിന്നെ നമ്മളെ സ്വഭാവമാണ് മഴയാണെങ്കിൽ ഐസ്ക്രീം കഴിക്കാന്നുള്ളത്. തണുപ്പത്ത് വേറെ തണുപ്പ് കൂടി പോരാതെ ജലദോഷം ആ കിടക്കുന്നത്. അങ്ങനത്തെ അടുത്ത ബോട്ട് പരിപാടി സംഭവം എത്തി നമ്മൾ റിട്ടേൺ പോകാണ്ടോ. അപ്പോൾ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് ആശാനെ വീട്ടിൽ കയറി യാത്രയൊക്കെ പറഞ്ഞ് ആശാൻ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് നമ്മൾ യാത്ര വെച്ചിട്ടോ. അടുത്ത ബസ് കയറുന്ന പരിപാടിയാണ്. ട്രെയിനാണെങ്കിൽ പോയിട്ട് ട്രെയിൻ പോയിക്കണായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും വൈക്കടക്ക് നല്ലൊരു ബസ് കിട്ടി KSRTC. പിന്നെ അങ്ങോട്ട് ഉറങ്ങി പോവാനെ. ബസ്സൊക്കെ ഡ്രൈവറൊക്കെ വേറെ വൈബിലാണ്. അങ്ങനെ നാട്ടുകാർ ഇപ്പൊ 2-2:30 മണിയൊക്കെ നല്ലൊരു മന്തി കഴിച്ചു. 2 മണിക്ക് മന്തിയൊക്കെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ ലൈക്ക് ചെയ്താൽ ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താളി.